അതെ, ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട നരേട്ടാ, നമുക്ക് അതിലങ്ങ് ചേരാം. ഇൻവെസ്റ്റ്മെന്റിലേ എനിക്കറിയാം. ഇത്തിരി ഗമയും ഗെറ്റപ്പൊക്കെ ഉള്ള രണ്ടുപേര് വന്നപ്പോ അവരോട് നോ പറയാനൊരു മടി. അല്ല, അതിന് പിന്നെ അങ്ങനെയാണല്ലോ നരേട്ടാ, അതല്ലേ അതിന്റെ ഒരു ഇത്. അതെ, ആ കുട്ടിയുടെ ഹെയർ സ്റ്റൈൽ നരേട്ട ശ്രദ്ധിച്ചായിരുന്നോ? കുട്ടിയോ? ഏത് കുട്ടി? ആ കുട്ടി, ആ ആനി, അതിന്റെ ഹെയർ സ്റ്റൈല്. എന്റെ ഹെയർ സ്റ്റൈൽ ശ്രദ്ധിച്ചിട്ട് തന്നെ ദിവസങ്ങളായി. പിന്നെയാണ് ആരാന്റെ തലമുടി ചെറുതായിട്ട് സ്ട്രെയിറ്റൻ ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം. സ്ട്രെയിറ്റനിങ് ഇപ്പോഴത്തെ ഫാഷൻ. ഞാനും അതുപോലെ ഒന്ന് പരീക്ഷിച്ചാലോ? എന്താ നരട്ടാ? ഇതൊക്കെ കേട്ടാലേ എങ്ങനെ ചിരിക്കായിരിക്കും ലീലാവതി. ലീലാവതി, ആതിരയുടെ അമ്മേ, ദേ ഓരോന്നിനും ഓരോ സമയമുണ്ട്. 10-22 വയസ്സിൽ ഞാൻ ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് ഇൻ ചെയ്താണ് പുറത്തിറങ്ങിയിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെ നടന്നാലോ? നീ കേട്ടിട്ടില്ലേ, കന്ന് കളിച്ചാൽ കാണാൻ കൊള്ളാം, കാള കളിച്ചാലോ? അയ്യോ, നിന്നെ അല്ല, ഞാനാ കാള. ലീലാവതി, ഞാൻ വെറുതെ ഒരു താരതമ്യം, ഒരു ഉപമ പറഞ്ഞതാ. അല്ലാതെ ഒന്നിനോടൊന്ന് സാദൃശ്യം ചൊന്നാൽ ഉപമയായിടും. പഠിച്ചിട്ടില്ലേ ഉപമാലങ്കാരത്തിന്റെ ലക്ഷണം? അതിന്റെ ബാക്കിയുണ്ട്. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. അങ്ങനെ നല്ല കാര്യങ്ങൾ സ്തുതിച്ച് പറയാൻ വേണ്ടിയാ ഉപമ ഉൾപ്രേഷ്യം, അല്ലാതെ എന്റെ ലീലുക്കുട്ടി, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. അല്ലെങ്കിൽ ആണുങ്ങൾ അങ്ങനെ ഭാര്യമാരെ കളിയാക്കല അവർക്ക് തമാശ. വീട്ടിലെ ഗസ്റ്റ് ഒക്കെ വരുമ്പോ സ്വന്തം ഭാര്യയെ കളിയാക്കി 2 ഡയലോഗ്. എന്തൊരു ആത്മസംതൃപ്തി അപ്പ അവരുടെ മുഖത്ത്. ഭാര്യമാരും അതുപോലെ ഒന്ന് തിരിച്ച് കളിയാക്കി നോക്കട്ടെ, അപ്പ കാണാം വീട്ടിലെ ദുര്യോധനവധം കഥകളി. ലീലാവതി, നമ്മൾ സബ്ജക്റ്റിൽ നിന്നും വളരെ വളരെ അകന്നു പോകുന്നു. ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങി കഥകളിയിലെത്തി. എന്നാലേ കളി കാര്യമാവാൻ പോവാ. ഞാന് ആ ആനിയെ വരാൻ പറയാൻ പോവാ. ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവരുടെ ഓഫീസിലേക്ക് പോവാം. അതല്ലേ മര്യാദ. അയ്യോ കുഞ്ഞെ, ഭാര്യ ഭർത്താക്കന്മാര് പരസ്യമായിട്ട് ഇങ്ങനെ പുറത്തിറങ്ങരുതേ. ആൾക്കാരെ എന്റെ കണ്ണു വെച്ചൂടും. അത്ര ജോഡി പൊരുത്തമല്ലേ. സത്യമായ കാര്യം പറഞ്ഞതല്ലേ. നമ്മളെ പോലെ ഐക്യത്തിനും സ്നേഹത്തിനും കഴിയുന്ന എത്ര കുടുംബങ്ങളുണ്ടാവും നാട്ടില്. പുറത്ത് നമ്മൾ കാണുമ്പോൾ സീതാദേവിയും ശ്രീരാമചന്ദ്രനും, സത്യവാനും സാവിത്രിയും. വീട്ടിനകത്തോട്ട് ചെല്ലണം, അപ്പ കാണാം തമ്മിൽ തല്ലൊഴിഞ്ഞ് നേരം കാണില്ല. എന്ത് പ്രശ്നം? എന്ത് എന്തിനും പരിഹാരം ഉണ്ടാക്കാം. എന്താ കാര്യം? നീ കയറുന്നുണ്ടോ? അല്ല, അതിനിപ്പോ ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, അതെ, പ്രശ്നം എന്താന്ന് പറഞ്ഞില്ല. പരിഹാരം ഇല്ലാത്ത ഒരു സംഗതി ഈ ഭൂമിയിൽ ഇല്ല കേട്ടാ. ലീലാവതി, ഞാൻ പോണു. എന്താ നോക്കുന്നേ? കണ്ടോ, ചിരിച്ചോണ്ടിറങ്ങിയ ആളിന്റെ മുഖം പെട്ടെന്ന് കറുത്ത കണ്ട. ഇതാരോ എവിടെയോ കണ്ടുവച്ചിട്ടുണ്ട്. ലീലാവതി കുഞ്ഞെ, ഇങ്ങോട്ട് നിൽക്കേ, ഞാന് തലക്ക് കുഴിഞ്ഞു വിടാം. ലീലാവതി, ഞാൻ പോണു. പോ ഞാൻ പോ. അല്ല, അതെ, ഇനി വന്നേ. അല്ല, ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? അവരെങ്ങോട്ട് പോയതാണ്? അല്ല, ഈ ഇൻവെസ്റ്റ്മെന്റ് സുഗുണേട്ടനെ പോലെ തന്നെ ആ വാക്ക് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ഒഴഞ്ഞു പോകുന്ന പോലെ. നിനക്ക് തലക്കുഴിഞ്ഞടാ. അയ്യോ, അതല്ല, നിക്ഷേപമില്ലേ, കാശ്. അത് ശരി, നിക്ഷേപം. അതായത് ഇൻവെസ്റ്റ്മെന്റ്. ഡു നോ ഇംഗ്ലീഷ്? വാട്ട് എ പിറ്റി. English study. Now you very cheap. ചീപ്പെന്ന് വിളിച്ച തന്നെയാണ്. പക്ഷെ അവര് പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് പോയാ ഇൻവെസ്റ്റ്മെന്റ്. എവിടെ കൊണ്ടുപോയി നിക്ഷേപം ഇടാൻ പോകുന്നത്, അത് തന്നെ കാര്യം. 50 അല്ലേ? ഓക്കെ. ഹലോ സാർ, ഇരിക്കും. അത് 1-2 ക്ലയൻസിനെ മീറ്റ് ചെയ്യാനുണ്ട്. ഇപ്പൊ വരും, ഇരിക്കണം. എത്തിയല്ലോ. അയ്യോ, ഞങ്ങൾ അങ്ങോട്ട് വരായിരുന്നല്ലോ സാർ. സാരമില്ല, ഒരു മിനിറ്റ്. രമേശ് സാറിന്റെ ലോൺ ടോപ്പ് ചെയ്ത് കൊടുക്കണം. ഇതാ ആപ്ലിക്കേഷൻ.
ദാ കുരുവിള ഗ്രൂപ്പിന്റെ T38. ആ റെമിറ്റൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുക്കണം. ഇത് സുശീലൻ നായർ. അവര് ബാങ്കിൽ വിളിച്ച ഒരു എമർജൻസി വിഡ്രോയൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനിതൊന്ന് ഫീഡ് ചെയ്തോട്ടെ, ഇപ്പൊ വരാം. അപ്പോ ഡിസൈഡ് ചെയ്തു അല്ലേ മാഡം? അടുത്ത 5 വർഷത്തിനുള്ളിൽ ഷെയർ മാർക്കറ്റിൽ ഒരു വലിയ ബൂമാണ് വരാൻ പോകുന്നത്. എന്താ മാഡം? ഞാൻ പറയാം, തലമുടിയുടെ ഭംഗി നോക്കുക. താങ്ക് യു. സ്ട്രെയിറ്റൻ ചെയ്തതാ. എനിക്കിതിലൊന്നും വലിയ താല്പര്യമില്ല. പക്ഷേ പബ്ലിക്കായിട്ട് കോണ്ടാക്ട് വേണ്ടി വരുന്ന ഫീൽഡാകുമ്പോൾ ഡ്രസ്സിംഗ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അപ്പോഴേ നമ്മളൊന്ന് ഫ്രഷ് ആകും, കുറച്ചൊരു എനർജി കിട്ടും. അല്ലെങ്കിൽ വളരെ ഡള്ളായി പോവും. അപ്പോ ഇനി ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് തുറന്നു പറയാം. എനിക്കിതിലൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. അല്ല സാർ, അല്ല, അത് വിശ്വാസക്കുറവല്ല. കാശ് മാത്രമല്ലല്ലോ, ആരോഗ്യവും സന്തോഷവും കാറ്റും വെളിച്ചവും മരവും ശുദ്ധവായുവും ഒക്കെ ഭാവിയിലേക്ക് കൂടെ കരുതി വെക്കണമല്ലോ. അത് അത്യാവശ്യം. പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥൻ അറിയാലോ, ലോണിലൂടെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. ലോണ്, ഇൻവെസ്റ്റ്മെന്റ്, ചിട്ടി, പ്രോവിഡന്റ് ഫണ്ട്, അതിനിടയിൽ ഷെയർ മാർക്കറ്റ്, ഇൻവെസ്റ്റ്മെന്റുകൾ, അതൊന്നും അവന്റെ ലോകത്തേക്ക് വരില്ല. തീർച്ചയായിട്ടും സാറ് പറയുന്നത് വളരെ ശരിയാണ്. ഞങ്ങളുടെ ക്ലയൻസിനെ ഒരിക്കലും നിർബന്ധിക്കില്ല. ശല്യപ്പെടുത്തുമ്പോഴുള്ള വിസിറ്റുകൾ, അനാവശ്യമായിട്ടുള്ള പ്രഷർ, ഇതൊക്കെയാ ഇത്തരം മേഖലകളെ സാധാരണക്കാരനും അകറ്റിക്കളയുന്നത്. ഞങ്ങൾ ഒരിക്കലും നിർബന്ധിക്കില്ല, പക്ഷേ നല്ല ക്ലയൻസിനെ വിട്ടുകളയേയില്ല. വിശ്വസ്തത, അതാ ഞങ്ങളുടെ ഏറ്റവും വലിയ പരസ്യം. ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സാറ് പറയും, പണ്ടത്തെ കാരണവന്മാർ തെങ്ങ് വെക്കും, പക്ഷേ കായ് വെട്ടുന്നത് അടുത്ത തലമുറയാ. വിത്ത് പാകുന്നവർക്കും അതറിയാം. അതുപോലെ അടുത്ത തലമുറയ്ക്ക് ഒരു സേവിങ്സ് നമ്മൾ തന്നെ കൊടുക്കണം. വളരെ നന്നായിട്ട് സംസാരിക്കുന്നു. സംസാരത്തിൽ ഞാനും മോശമൊന്നുമല്ല. അപ്പം മാഡം ഇതാ. മാഡം മാഡം ലീലാവതി, ലീലാവതി, ഏ? എങ്ങോട്ട് നോക്കിയിരിക്കാം? അപ്പൊ മുടി സ്ട്രൈറ്റ് ചെയ്യാൻ എത്ര രൂപ എന്ന് പറഞ്ഞ? എന്താ? ഇതിത്തിരി കോസ്റ്റ്ലിയാ മാഡം. 8000 രൂപയായി. അയ്യോ, 8000 രൂപയായില്ലേ? ഇപ്പോ ബ്യൂട്ടി പാർലറും ബേക്കറിയും രണ്ടിനും അല്ലേ മാർക്കറ്റ്. ആ, അപ്പോ പ്രപ്പോസൽ ചെയ്താലേ മാഡം? അല്ല ഈ ബ്യൂട്ടി എഴുതാം, എഴുതിക്കോളൂ. ഫോം തന്നാലേ ഞങ്ങള് വീട്ടിൽ കൊണ്ടുപോയി വ്യക്തമായിട്ട് എല്ലാം പഠിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ നാളെയോ മറ്റന്നാളോ വന്നാലും മതിയാവും. നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ, ഇനി ഇതിനെ നീട്ടുന്ന? അല്ല സാർ, മാഡത്തിന് എന്തെങ്കിലും ഡൗട്ട്സ് കാണോ? ഉണ്ട് ഉണ്ട്. അതെ, അത് ക്ലിയർ ചെയ്തിട്ട്. അപ്പൊ നാളെയോ മറ്റന്നാളോ വീട്ടിലോട്ട് വന്നോളൂ. അനി മാത്രം വന്നാലും മതി. ഓ ശരി ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ലേ ലീലാവതി? നിങ്ങള് വന്നോളൂ. ഇറങ്ങാം. ഇറങ്ങാം ഇറങ്ങാം. സാർ, ഞാൻ വീട്ടിലേക്ക് വരാം. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല സാർ. സർ. താങ്ക് യു. വാ, ഏ? പോകാം. ശരി. താങ്ക് യു. ശരി. ബാർഗൈൻ ചെയ്താ കുറയോ? എന്താ? എന്ത്? അല്ല, ഈ 8000 രൂപ മുടി സ്ട്രൈറ്റ് ചെയ്യാൻ. ഇല്ല മാഡം. വാ, വാ. നിക്ക് ഒരു മിനിറ്റ്. കൊല്ലം ലീലാവതി, മരിക്കുന്നു. ശരി, എനിക്ക് പാവ സ്ത്രീയല്ലേ? ആ, പിന്നെ ഉച്ചയ്ക്ക് സക്കറിയ സാർ വരും. ഈ സ്റ്റേറ്റ്മെന്റ് എനിക്കൊന്ന് ടൈപ്പ് ചെയ്യണം. ഓ, ഒരു സ്ഥലത്ത് പോയ നാണം കെടുത്തി അടങ്ങും. എന്റെ തൊലി ഉരിഞ്ഞു പോയി. ഇങ്ങ് വന്നേ. ഓ, വരാൻ. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ് ചാടിയിട്ട് ഇവിടെ വന്നപ്പോ ഒന്നുകൂടെ വെരിഫൈ ചെയ്യണ്ടെന്നോ? ഞാൻ സത്യം പറഞ്ഞ നരട്ട ചൂടാവോ? എന്താ? അവളുടെ ഹെയർ സ്റ്റൈൽ കാണാൻ വേണ്ടിട്ടാ. അവരൊരിക്കൽ കൂടി വീട്ടിൽ വരുമ്പോ വീട്ടിൽ ഒന്നുകൂടി കാണാലോ. ഓ, ഞങ്ങൾ സ്ത്രീകൾ അങ്ങനെ ആഭരണം, വസ്ത്രം, ഇതുപോലുള്ള സ്റ്റൈല് ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്നതിന് ഒരു രസവാ. എന്നെ കൊണ്ട് ഓഫീസിൽ 1 മണിക്കൂർ പെർമിഷൻ എടുപ്പിച്ച് നിക്ക്, ഞാൻ കേറട്ടെ. ഇറങ്ങ. ഹെയർ സ്റ്റൈൽ കണ്ട് കളയാനുള്ള ഓഫീസ് സമയം. ഓട്ടോ പിടിച്ചെങ്കിൽ പോയാൽ മതി. അല്ല, ഞാൻ വരാം. നിക്ക് നരട്ടാ. യ്യോ.
കുട്ടി വരില്ല അപ്പൊ കാണാം. എന്ത് രസവാ കാണാൻ. എന്നെയാണോ ചോദിച്ചേ? ഏ? 8,000 രൂപ മുറ്റത്ത് പണം കായ്ക്കണ മരം നിൽക്കുകയല്ലേ തലമുടി നേരെയാക്കായി. ഓ ഓ ഓ എന്തൊരു ചൂടപ്പാ. ഓ കാലിന്ന് വറച്ചങ്ങോട്ട് കേറണ്. 8,000 രൂപ പോലും. 8,000 രൂപയും വേണ്ട, 800 രൂപയും വേണ്ട, ഒരു 100 രൂപ ചക്കര അതിങ്ങ് കൈ വെച്ചെന്നാ മതി. കുഞ്ഞിന്റെ തലമുടി തന്നെ കമ്പി പോലെ ആക്കി തരും. ചേച്ചി ഇങ്ങനെ ആവി പിടിച്ചാ പിന്നെ അല്ല അതൊക്കെ ശരിയാവോ? എന്റെ കുഞ്ഞെ, ഈ പൂട്ടി പാലറൊക്കെ എന്ന് വന്നത്? മെനങ്ങാന്ന് പെയ്ത മഴയില് ഇന്നലെ കുരുത്തത്. പണ്ട് ഒരു രാജകുമാരി ഉണ്ടല്ലോ, എന്തോന്ന് കിക്കിളിയോ പാർട്ടിയോ എന്തോന്ന് ക്ലിയോപാട്ര. ആ ആ പാർട്ടിയുടെ സൗന്ദര്യം കണ്ടിട്ടുണ്ടാ? ലത ചേച്ചി കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ പടത്തിൽ കണ്ടിട്ടുണ്ട്. കണ്ടാലുണ്ടല്ലോ കണ്ണെടുക്കാൻ തോന്നൂല. ആ സൗന്ദര്യം ഒരു പൂട്ടി പാർലറിൽ നിന്നും കിട്ടിയതല്ല. അതുപോലെ നമ്മുടെ ദമയന്തി, ശകുന്തള, ഉർവശി, മേനക, രംഭ, തിലോത്തമ്മ. എന്റെ കുഞ്ഞെ, നമ്മുടെ മണ്ണിന്റെ മണവും ഗുണവുമുള്ള ഔഷധ രീതികള്. ഈ ഗർഭിണികൾക്ക് കുറുക്ക് കൊടുക്കും. എന്തിന്? ചോരയോട്ടത്തിന്. പണ്ടത്തെ കാലത്ത് ഈ പെറ്റെണീറ്റ് 1-2 മാസം കഴിയുമ്പോ സ്ത്രീകളെ ഒന്ന് കാണണം. ദൈവമേ, തുടാന്ന് ചൊവ്വാന്നിരിക്കും. എന്താ കാര്യം? ഔഷധ ഗുണം. ഈ ആവി ഉണ്ടല്ലോ, തലമുടിയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കുറുന്തോട്ടി കറ തേച്ചാ മതി. മുടിയുണ്ടല്ലോ നല്ല വടിയായിട്ട് നിൽക്കും. പിന്നെ ആദ്യം ആവരുത് കേട്ടാ, ജട പിടിക്കും. അയ്യോ ചേച്ചി, അല്ല ചേച്ചി ഇതൊന്നും ശരിയാവൂല. എന്റെ കുഞ്ഞെ, തലയിലുണ്ടല്ലോ എണ്ണ തേച്ച് കൈ കൊണ്ട് ഒരാഴ്ച മുടി ഇങ്ങനെ തേച്ച് തേച്ച് തിരുമിയാലുണ്ടല്ലോ മുടി നല്ല ചുരുളും. അതുപോലെ ആവി പിടിച്ച് കറ തേച്ചാലുണ്ടല്ലോ മുടി നല്ല വടി പോലെ നിവരും. ഇതൊക്കെ ഗുരു കാരണവന്മാര് കണ്ടുപിടിച്ച ശാസ്ത്രങ്ങളാണ്. കുഞ്ഞ് തലമുടി ഉണ്ടല്ലോ നല്ല നിവർത്തി പിടിക്കണം, കൊട പോലെ. ഞാൻ ഈ അടപ്പ് തുറന്ന് നീരാവി അങ്ങോട്ട് കാണിച്ചു തരാം. തുറക്കട്ടാ? അല്ല ലത ചേച്ചി, തലമുടി ഇങ്ങനെ ജട കിട്ടുവോ? വേണ്ട ചേച്ചി, പേടിയാവുന്നു. എന്റെ കുഞ്ഞെ, അഥവാ ഇനി ജട കെട്ടിയ അതും ഒരു ഫാഷൻ ആക്കാം. ഫാഷൻ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു ഐറ്റം തുടങ്ങി കിട്ടിയാലുണ്ടല്ലോ എവളുമാര് കാത്തിരിക്കല്ലേ. കുഞ്ഞ് താണ്ടെ തലമുടി കൊണ്ട് നിവർത്തി പിടിച്ചേ. ഞാൻ താണ്ടെ ഇപ്പൊ ഇതിന്റെ അകത്ത് ആവി പിടിപ്പിക്കേ. വേണ്ടല്ലേ ചേച്ചി, കാശ് ലാഭിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത. വേണ്ട വേണ്ട, മുടിയിലൊന്നും ചെയ്യണ്ട. അതെ, ഈ ആനി ചെയ്ത പോലെ ഏതെങ്കിലുമൊക്കെ ബ്യൂട്ടി പാർലറിൽ പോയിട്ടൊക്കെ ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് കുണം വരണത് കേട്ടാ. കുഞ്ഞിക്കോട് പറഞ്ഞില്ലേ എവരെയാ ജോലിക്കാരിയെ നിങ്ങൾ ചൂടുള്ള കൂടി വിളിച്ചാ? നേതാ വരുന്നേ. വേണം, അത്രയും വേണം. ആ പൊള്ളല് കുറച്ച് നിങ്ങൾക്കും വേണമായിരുന്നു. ചൂടാകാതെ നേരട്ടാ. ആനിയുടെ തലമുടി കണ്ടപ്പോ നീ ആനിയിൽ കണ്ടത് തലമുടിയുടെ കേമത്വമാണ്. പക്ഷെ ഞാനുണ്ടല്ലോ, ആ സ്ത്രീയിൽ കണ്ടത് മറ്റു ചില ഗുണങ്ങളാ. ജോലിയിൽ അവര് കാണിക്കുന്ന 100% ആത്മാർത്ഥത, മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടുള്ള പെരുമാറ്റം. ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ തലമുടി സ്ട്രൈറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നീ ചോദിച്ചത്. പക്ഷെ ആ സ്ത്രീ ചിരിച്ചില്ല. നിന്നെ അവര് പൂർണ്ണമായിട്ടും പഠിച്ചിരുന്നു. നിന്റെ താല്പര്യങ്ങളെ അവർ അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ അതിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് അവർ മറുപടിയും പറഞ്ഞു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഭാര്യയും ഭർത്താവും ഒരുപോലെ അധ്വാനിക്കുക. ആ ഒരു ടീം സ്പിരിറ്റാ ഇൻവെസ്റ്റ്മെന്റിനെ എന്നെ കൂടുതൽ പ്രേരിപ്പിക്കുന്നത്. ഞാനൊന്ന് അങ്ങോട്ട് ചോദിക്കട്ടെ, ആ തോമസിനെ ശ്രദ്ധിച്ചോ? ആനിക്ക് എന്തിനും വേദിനും സ്പിരിറ്റുമായിട്ട് അദ്ദേഹം നിൽക്കുന്നേ. ഒരിക്കൽ പോലും ഭാര്യയുടെ കുറ്റം പറഞ്ഞില്ല, ഭാര്യയെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചില്ല. തലമുടി സ്ട്രേറ്റൻ ചെയ്യാൻ 8,000 രൂപ എന്ന് കേട്ടപ്പോ തോമസിന് നെഞ്ചുവേദന വന്നില്ല, അങ്ങേര് പല്ല് കടിച്ചില്ല.
ആ പിന്നെ ടീം സ്പിരിറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, നേരാ. ഒന്നിലധികം പേരുടെ ഐക്യത്തിൽ കൂടിയ ടീം ഉണ്ടാകുന്നു. ഇവിടെ നരേട്ടൻ എന്റെ കൂടെ നിന്നൊരു ടീം ആവുന്നില്ല. പിന്നെ എങ്ങനെ എനിക്ക് ടീം സ്പിരിറ്റ് ഉണ്ടാകും? എനിക്ക് ലീലാവതി സ്പിരിറ്റും നരേട്ടന് നരേന്ദ്ര സ്പിരിറ്റും. ടീം സ്പിരിറ്റ് ഇല്ല. അതെ നരേട്ടാ, നരേട്ടാ, ദാ കണ്ടോ, ടീം സ്പിരിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും ചർച്ച ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കായിരുന്നു. നരേട്ടാ, 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 ഭർത്താക്കന്മാർക്ക് വേണ്ടിയാ ദൈവം ഈ കള്ളവർഗം കണ്ടുപിടിച്ചിരിക്കുന്നത്. ഉത്തരം പറയാൻ പറ്റാത്ത ഏതെങ്കിലും ചോദ്യം ഭാര്യ ചോദിക്കുമ്പോ, ഒരു പ്രശ്നം അവതരിപ്പിക്കുമ്പോ അപ്പ വരും നിന്ന നിൽപ്പിൽ കുംഭകർണ സേവ. നരേട്ടാ, ഇത് പറഞ്ഞു തീർന്നിട്ടില്ല. നരേട്ടാ, ആ! യ്യോ, എന്നെ തല്ലി. ഓ, എന്നെ ഉറക്കത്തിൽ തല്ലി. കൊണ്ടോ? ആ, അങ്ങനെ